കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പുനഃസംഘടനയുടെ ഒരു നീണ്ട ഘട്ടത്തിന് ഈ വർഷം അവസാനമാവുകയാണ്. 7ാം ശമ്പള കമ്മീഷനിൽ ശമ്പള ഘടനകൾ, അലവൻസുകൾ, ശമ്പള കണക്കുകൂട്ടലുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നായിരുന്നു ഫിറ്റ്മെന്റ് ഘടകം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പുനഃസംഘടനയുടെ ഒരു നീണ്ട ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. 2016 ജനുവരി 1 മുതൽ നടപ്പിലാക്കിയ 7ാം ശമ്പള കമ്മീഷൻ ശമ്പള ഘടനകൾ, അലവൻസുകൾ, ശമ്പള കണക്കുകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട്. അടുത്ത ശമ്പള പാനലിനെ കുറിച്ചുള്ള ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 7ാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഫിറ്റ്മെന്റ് ഘടകം 2.57 നിശ്ചയിച്ചതായിരുന്നു. ഇത് മുൻ ശമ്പള കമ്മീഷനിൽ നിന്ന് പുതിയ സംവിധാനത്തിലേക്ക് ശമ്പളത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ സർക്കാർ പഴയ ഗ്രേഡ് പേ ഘടന നിർത്തലാക്കുകയും ലളിതമായ ഒരു പേ മാട്രിക്സ് അവതരിപ്പിക്കുകയും ചെയ്തു. 6ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ 2015 ഡിസംബർ 31 അവസാനിപ്പിച്ചപ്പോഴേക്കും പണപ്പെരുപ്പം, DA എന്നിവ വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തിയിരുന്നു. 6ാം ശമ്പള കമ്മീഷനിൽ ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 7000 രൂപയായിരുന്നു. ഗ്രേഡ് ശമ്പളം 1800 രൂപയും. ഇതുപ്രകാരം ആകെ അടിസ്ഥാന ശമ്പളം പ്ലസ് ഗ്രേഡ് ശമ്പളം 8800 രൂപയും. 119% DA ഉള്ളപ്പോൾ DA ഘടകം മാത്രം 10472 രൂപയായിരുന്നു. എക്സ് കാറ്റഗറി നഗരങ്ങൾക്ക് 2640 രൂപയുടെ HRA കൂടി ചേർത്താൽ ഗതാഗത അലവൻസും മറ്റ് ചെറിയ ആനുകൂല്യങ്ങളും ഒഴികെ മൊത്തം പ്രതിമാസ ശമ്പളം ഏകദേശം 21,800 മുതൽ 22,000 രൂപയായി. ഗ്രേഡ് പേ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട് ഈ പേ കമ്മീഷൻ. പഴയ സമ്പ്രദായത്തിന് പകരം ഒരു പുതിയ ശമ്പള മാട്രിക്സ് നിലവിൽ വന്നിട്ടുമുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം കമ്മീഷന്റെ കാലാവധി അവസാനിക്കുമ്പോൾ DA 58%, അതായത് 18,000 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ 10,440 രൂപ. 6ാം ശമ്പള കമ്മീഷനിൽ നിന്ന് 7ാം ശമ്പള കമ്മീഷനിൽ എത്തിയപ്പോൾ അടിസ്ഥാന ശമ്പളം 8,800 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഇരട്ടിയിലധികമായി വന്നു. DA ശതമാനം കുത്തനെ കുറഞ്ഞു. പക്ഷേ യഥാർത്ഥ DA തുക ഏതാണ്ട് മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. 2016 മുതൽ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപ എന്നത് മാറ്റമില്ലാതെ തുടരുന്ന അവസ്ഥയാണ്. വർഷങ്ങളായി തന്നെ DA വർധനയിലൂടെ മാത്രമാണ് ശമ്പള വളർച്ചയുമുണ്ടായത്. ഇത്തവണയും കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.